താങ്ക് യു ലോർഡ്. നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന വചനമാണ്. ഇത് 5th ബിയാറ്റിറ്റ്യൂഡാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സ്തോത്രം. നമുക്ക് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യക്തി മൺകൂടാരങ്ങളിലാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. മൺകൂടാരങ്ങളിലാണ് ഈ അത്യന്ത ശക്തിയെ കർത്താവ് പകർന്നിരിക്കുന്നത്. നോക്ക്, നല്ല മണ്ണ് കൂടാരം, നല്ല ഒരു പാത്രമായെങ്കിലേ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാലും എല്ലാം ദൈവത്തിന് മഹത്വം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടായിരിക്കണം യേശു കർത്താവ് ആദ്യമേ ഈ പാത്രം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്. നോക്ക്, ഇതുപോലെയുള്ള സ്വഭാവമൊന്നുമില്ലാതെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയിൽ പലതും ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അന്ത്യദിനത്തിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയും. അറിയണമെങ്കിൽ ഈ പാത്രത്തിന് ഒരു പ്രത്യേകത വേണം. പാത്രത്തിന് കർത്താവിന് പണിയുവാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രമായിരിക്കണം. അതിന് കരുണ വേണം, സൗമ്യത വേണം, വിശപ്പ്, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ് വേണം, ആത്മാവിലുള്ള ദാഹം വേണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ വചനത്തിലുള്ള ആഴങ്ങളും പരിശുദ്ധാത്മ അഭിഷേകവും ഒക്കെ യേശു കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ശ്രദ്ധയോടെ ഈ വചനങ്ങൾ കേൾക്കാം. തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വചനമാണ്. നമുക്ക് ചേർന്ന വചനം വായിക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒന്ന് ഒരുമിച്ച് പറയാമോ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ കരുണ എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഗ്രീക്കിൽ എലിലിമോൺ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം ആക്റ്റീവ്ലി കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ, കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം ആക്റ്റീവ്ലി കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഈ കരുണ എന്ന് പറയുമ്പോൾ അതിലുണ്ടാകണം. കമ്പാഷൻ തോന്നുക അല്ലെങ്കിൽ എംപതി തോന്നുക, മലയാളത്തിലാണെങ്കിൽ സഹാനുഭൂതി തോന്നുക എന്നത് കരുണയല്ല. സഹാനുഭൂതി, ഒരു ആളുടെ കഷ്ടത കണ്ട് നമുക്ക് വളരെ വേദന തോന്നി, അതിനെ ആണ് പറയുന്നത് എംപതി, അല്ലെങ്കിൽ നമുക്ക് സഹാനുഭൂതി തോന്നി. അതിന് കരുണ കാണിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. കരുണ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിൽ ബൈബിളിലുള്ള അർത്ഥം, ഈ എലിലിമോൺ എന്ന വാക്ക് പറയുന്നത് ആക്റ്റീവ്ലി കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഒരു കാര്യം ചെയ്യും. കഷ്ടത അനുഭവിക്കുന്നവനെ നമ്മൾ സഹാനുഭൂതി വിചാരിച്ച് മനസ്സിൽ വിഷമിച്ചു അല്ലെങ്കിൽ അതിനോട് ഒരു അനുകമ്പ തോന്നിയെടുത്ത് നിൽക്കുകയല്ല, അവനെ ചെന്ന് കണ്ട് അവൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ അവനെ ആശ്വസിപ്പിച്ചാൽ അതിനെ പേരാണ് അവനോട് കരുണ കാണിച്ചു എന്നുള്ളത്. അതിലൊരു പ്രവൃത്തി അതിൻ്റെ പിന്നിലുണ്ടാകണം. അതിനെയാണ് കരുണ എന്ന് ബൈബിൾ പറയുന്നത്. മേഴ്സി എപ്പോഴും ഒരു പ്രവൃത്തി അതിൻ്റെ പിന്നിൽ ഉണ്ടാകും. യേശു കർത്താവ് ചെയ്തത് അതാണ്. നമ്മളെല്ലാം നോക്കി കർത്താവിന് കരുണ തോന്നി. നമ്മൾ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മാറുന്നില്ല, ദുഷ്ടൻ്റെ സ്വാധീനം നമ്മളിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ കർത്താവ് ചെയ്തത് കരുണയോടെ നമ്മളെ നോക്കിയിരിക്കുക മാത്രമല്ല, യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വന്ന് ആ പാപത്തിൻ്റെ സ്വാധീനത്തെ മാറ്റേണ്ടതിന് കഷ്ടതകൾ സഹിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതിൻ്റെ പേരാണ് കർത്താവിന് നമ്മളോട് കരുണ തോന്നി എന്നുള്ളത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. കരുണ എപ്പോഴും ഒരു പ്രവൃത്തിയെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. സുവിശേഷം അനേകർ അറിയാതെ നാശത്തിലേക്ക് പോകുന്നു, എനിക്ക് വലിയ വേദനയാണ് എന്ന് പറയുന്നത് എംപതിയാണ്. എന്നാൽ നീ ചെന്ന് ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയുന്നതിൻ്റെ പേരാണ് കരുണ എന്നുള്ളത്. അവരോട് കരുണ കാണിക്കുക. നമ്മൾ കർത്താവിൻ്റെ വചനം പറയുക. ഒരുപാട് പേർ രോഗത്തിലായിരിക്കുന്നു, അതിനെക്കുറിച്ച് എനിക്ക് വലിയ വിഷമമാണ് എന്ന് പറയുന്നതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പേരാണ് എംപതി അല്ലെങ്കിൽ സഹാനുഭൂതി. എന്നാൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ രോഗിയെ ചെന്ന് കണ്ട് യേശുവിൻ്റെ സൗഖ്യം അവർക്ക് നൽകുവാൻ നിന്റെ കൈകൾ നീട്ടുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് കരുണ കാണിക്കുക എന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്കൊരു വചനം വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വചനം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും
ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിനോ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും. യേശു കർത്താവിനെ കുറിച്ച് പറയുക, ഒന്ന് പറഞ്ഞ അവൻ കരുണയുള്ളവനും. നമ്മളുടെ എല്ലാം പാപത്തിന് പ്രാശ്ചിത്തം, ഇംഗ്ലീഷിലാണെങ്കിൽ അറ്റോൺമെന്റ്, ഈ പാപത്തിന് ഒരു പ്രാശ്ചിത്തം ചെയ്യണം. അത് ചെയ്യുവാൻ തക്കവണ്ണം അവൻ കരുണയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നതും ഈ കഷ്ടതകളെല്ലാം സഹിച്ച് നമ്മളുടെ പാപത്തിന് വേണ്ടി പ്രാശ്ചിത്തം ചെയ്തു. അതുകൊണ്ടാണ് യേശു കർത്താവ്, നമ്മളുടെ ദൈവം, കരുണയുള്ളവനാണ് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇതാണ് കരുണ. രണ്ടാമതൊരു കാര്യം കൂടെ, കരുണ അല്ലെങ്കിൽ മേഴ്സി നമ്മളുടെ അവകാശം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. ഈ കരുണയെ, എന്താണ് കരുണ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. മേഴ്സി നമുക്ക് അവകാശമാണ്, നമുക്കത് ലഭിക്കാൻ നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നതല്ല. ഇത് പൂർണ്ണമായും 100% കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. നമ്മളുടെ അവകാശമേ അല്ല. പാപക്കുഴിയിലായിരുന്ന നമ്മൾ, മരണത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മൾ, നിത്യജീവനിലേക്ക് പ്രവേശിച്ചത് നമ്മളുടെ അവകാശമേ അല്ല, ഒരുവന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഒരുവന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ട്, അവൻ വന്ന് അവൻ പ്രവർത്തിച്ചത് കൊണ്ട് നമ്മൾ നിത്യജീവന് അവകാശികളായി. അതിൻ്റെ പേരാണ് മേഴ്സി, കരുണ കാണിക്കുക. അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നതല്ല. ജസ്റ്റിഫിക്കേഷൻ, ചിലർ ഇങ്ങനെ വളരെ ന്യായങ്ങൾ പറയും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിത് വേണം, ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അത് കരുണയുമായി വളരെ ദൂരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. കരുണ എപ്പോഴും ലഭിക്കുന്നത് നമ്മളുടെ അവകാശമായിട്ടല്ല, നമുക്കത് ലഭിക്കുവാൻ അർഹതയില്ലാത്തപ്പോൾ ഒരുവൻ നമുക്കായി സൗജന്യമായി തരുന്നതിൻ്റെ പേരാണ് കരുണ. പ്രൈസ് ഗോഡ്. സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 33:19. അവിടെ കർത്താവ്, ദൈവം പറയുക, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. വചനം വേഗത്തിൽ വായിക്കാം. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെ നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അത് ആ വ്യക്തിയുടെ പ്രവൃത്തികൾ പോലെയോ അല്ലെങ്കിൽ അവനെ നോക്കി അവനത് അർഹിക്കുന്നത് കൊണ്ടോ ചെയ്യുന്നതല്ല കരുണ. കരുണ കർത്താവിൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ട് കർത്താവ് കരുണ കാണിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കരുണയെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന്, കരുണ ഒരു പ്രവൃത്തി ആവശ്യപ്പെടുന്നു. രണ്ട്, കരുണ നമ്മൾ അർഹിക്കുന്നത് സ്വീകരിക്കുന്നത് അല്ല, അർഹിക്കാത്തത് ലഭിക്കുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. കരുണയെക്കുറിച്ച് അത് മനസ്സിലാക്കാൻ ഒരു വചനഭാഗം കൂടെ വായിക്കുക. ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പധാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് കരുണയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഉള്ള ഒരു സംഭവം ആണ് ഇപ്പോൾ നമ്മളിത് വായിച്ചു കേട്ടത്.
തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ചുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത്. നമുക്ക് കരുണ നമ്മുടെ ഉള്ളത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ കീഴ്പ്പെടും. അവരുടെ കുറവുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. അവരുടെ ചില പ്രവൃത്തികളെ നമ്മൾ വിമർശിക്കും. അവരോടുള്ള ബഹുമാനം നമുക്ക് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരെന്ന് ഉള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ വരും. അത് സഭയുടെ അകത്തുണ്ടാകാം, സഭയുടെ പുറത്ത് ഉള്ള ആളുകളോട് തോന്നാം. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം, പല ആളുകളെ കുറ്റം പറയുന്ന സ്വഭാവം, സഭയ്ക്കകത്താണെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്നതിനെ വിമർശിക്കുന്ന സ്വഭാവം, ചില കുറവുകൾ ചിലർക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്ന സ്വഭാവം, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറിച്ച് ഒരു ഉപമ യേശു കർത്താവ് പറയുകയാണ്. പ്രൈസ് ഗോഡ്. 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുവൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനുമായിരുന്നു. പരീശൻ നിന്നുകൊണ്ട് തന്നെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തതിനാൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന എല്ലാത്തിനും ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറയുക മാത്രമല്ല, ഈ പരീശൻ ചെയ്തത് വളരെ നീതിയോടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അവൻ ഉള്ളത്തിൽ അവനെക്കുറിച്ച് ചിന്തിച്ചു. ഇത്രയേ ഉള്ളൂ അവിടെ പ്രശ്നം. കാരണം ദശാംശം കൊടുക്കുന്നുണ്ട്, പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് അവൻ ചിന്തിക്കുക. അവൻ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ നീതി കെട്ട് നടക്കുന്നില്ല, വ്യഭിചാരത്തിലല്ല, പിടിച്ചുപറി ചെയ്യുന്നില്ല, മറ്റ് തെറ്റുകളിലൊന്നും ഞാൻ വീണിട്ടില്ല എന്ന ഒരു ചിന്തയോടെയാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. നമുക്ക് നമ്മൾ ഈ ഒരു വലിയ ട്രാപ്പിൽ ചെന്ന് വീഴരുത്. ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ വലിയ കുഴപ്പമില്ലാത്തവനാണ് എന്ന് പറയുക സാധ്യമേ അല്ല. എപ്പോഴും നമ്മളുടെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഈ ചുങ്കക്കാരനെ പോലെ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം എത്ര വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിന് തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് കുറവുകൾ നമ്മളിൽ ഉണ്ടാകാം. നമ്മളുടെ ചിന്തകളിൽ തെറ്റുകൾ വരാം, പ്രവർത്തികളിൽ വരാം. വചനം പറയുന്നു, വിശ്വാസത്തോടെ അല്ലാതെ ചെയ്യുന്നതെല്ലാം പാപമാണ്, സ്നേഹത്തോടെ അല്ലാതെ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അങ്ങനെ നോക്കിയാൽ എപ്പോഴും നമ്മൾ കുറവുകൾ ഉള്ളവരാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു മൺപാത്രമാണ്, എന്നാൽ ഈ മൺപാത്രത്തിൽ അത്യന്ത ശക്തിയെ കർത്താവ് നിറച്ചിരിക്കുന്നു. ഈ മൺപാത്രത്തിൽ ദൈവം ആ മൺപാത്രത്തെ ആലയമാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ ഈ മൺപാത്രം എപ്പോഴും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കേണ്ടതായുണ്ട്. എപ്പോഴും കർത്താവെ, അങ്ങ് കരുണയുള്ളവനായതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ പരീശൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു: നോക്ക്, എനിക്ക് കർത്താവെ അങ്ങേ അറിയുവാൻ കൃപ കിട്ടി, എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. ഇത് എത്ര വലിയ കൃപയാണ് കർത്താവേ. ഞാൻ ചെയ്ത ഒരു നന്മ പ്രവൃത്തികൾ കൊണ്ടുമല്ല ഇത് സാധിക്കുന്നത്, അങ്ങ് എന്നോട് കരുണ കാണിച്ചല്ലോ. ഒരുപക്ഷെ ആ ചുങ്കക്കാരനെ നോക്കി ആ പരീശൻ പറയേണ്ടത് ഇങ്ങനെയായിരിക്കാം: കർത്താവേ, എനിക്ക് കിട്ടിയ കൃപ അവന് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ എന്നേക്കാൾ കൂടുതൽ അങ്ങയോട് പ്രാർത്ഥിച്ചേനെ. എനിക്ക് കിട്ടിയ വചനബോധ്യം ആ പാപിയായ മനുഷ്യന് കിട്ടിയെങ്കിൽ അവൻ കൂടുതൽ നിന്നെ സ്നേഹിച്ചേനെ. എനിക്കതിന് കഴിയുന്നില്ലല്ലോ കർത്താവേ. അങ്ങ് പറയുന്നത് പോലെ സുവിശേഷം പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങ് പറയുന്നത് പോലെ അനേകരുടെ മുൻപിൽ സാക്ഷിയാകുവാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങ് പറയുന്നത് പോലെ അനേകരെ ശിഷ്യരാക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ അറിയില്ല കർത്താവേ. ഇതായിരിക്കണം നമ്മളുടെ ഹൃദയം. എപ്പോഴും കർത്താവ് പറയുന്നതിന് വളരെ വളരെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ച കൃപയ്ക്ക് ഒത്തവണ്ണമല്ല നമ്മൾ പെരുമാറുന്നത്. നമ്മൾ എത്രയോ വചനങ്ങൾ കേട്ടവരാണ്, നമ്മൾ എത്രയോ പ്രാർത്ഥന കൂട്ടായ്മകളിൽ വന്ന് അത് സ്വീകരിച്ചവരാണ്. ഹല്ലേലൂയ. എന്നിട്ടൊന്നും കർത്താവേ, അങ്ങ് പറയുന്നത് പോലെ എൻ്റെ അധരം തുറന്ന് എനിക്ക് അങ്ങയുടെ വചനം പ്രസ്താവിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് സാക്ഷിയാകുവാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങേ കൂടുതൽ അറിയണം. ഈ ദാഹത്തിലായിരിക്കണം എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കേണ്ടത്.
ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നത്. കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ചെയ്തത് എന്താ? ഈ ചുങ്കക്കാരൻ ചെയ്തത് എന്താ? ചോദിച്ചു, അല്ലേ? കരുണ നമ്മൾ ചോദിക്കണം. ഒന്ന് പറഞ്ഞേ, കരുണ നമ്മൾ ചോദിക്കണം. കർത്താവേ, അങ്ങ് എപ്പോഴും എന്നെ കരുണയോടെ നോക്കണമേ. കർത്താവേ, അങ്ങയുടെ കരുണ എനിക്ക് ഇനിയും വേണം, അങ്ങയുടെ കൃപ എനിക്ക് ഇനിയും വേണം, എങ്കിലേ എനിക്ക് അടുത്ത ഒരു ചുവട് എടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. ചോദിക്കുന്നവർക്കാണ് ഇത് ലഭിക്കുന്നത്. ഈ ചുങ്കക്കാരൻ അത് ചോദിച്ചു, എന്നാൽ പരീശന് ആ കരുണ, കർത്താവിൻ്റെ കരുണ ആവശ്യമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഈ ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയത്. അവൻ ചെയ്ത അനേകം പാപങ്ങളെല്ലാം കർത്താവ് മായ്ച്ച് അവനെ നീതിമാൻ എന്നെണ്ണി. അതിൻ്റെ കാരണം അവൻ കരുണ ചോദിച്ചു എന്നുള്ളതാണ്. കരങ്ങളടിക്കുകയാണെങ്കിൽ നന്നായി കർത്താവിനെ കരങ്ങളടിച്ച് സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഈ കരുണ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ കരുണ കാണിക്കുകയും വേണം. ഇന്നത്തെ ടോപ്പിക് അതാണ്. കരുണ എന്തെന്ന് മനസ്സിലാക്കാനല്ല ഇന്നത്തെ വചനം ശുശ്രൂഷിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പം നമ്മൾക്ക് ലഭിച്ച ഈ കരുണ, കർത്താവ് തന്ന ഈ കരുണ നമ്മൾ അനേകരോട് കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വചനത്തിലൂടെ കാണുന്നത്. ഒന്നുകൂടെ പറയാം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വചനം നമുക്ക് വായിക്കാം. ജെയിംസ് 2:13. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. പ്രൈസ് ഗോഡ്. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിക്കെതിരെ ജയിക്കുന്നു. മേഴ്സി ട്രയംഫ്സ്. നോക്ക്, ഇത് നിങ്ങൾക്ക് മനസ്സിലായ ഇതിൻ്റെ എത്രത്തോളം ഗൗരവകരമാണ് ഈ വിഷയമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. കരുണ കാണിക്കാത്തവന്, നമ്മൾ കരുണ കാണിക്കുന്നില്ലെങ്കിൽ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ മറ്റു വ്യക്തികളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരുവൻ പാപം ചെയ്തു, അപ്പോൾ ഉടനെ നമ്മൾ നീ പാപിയാണ്, അല്ലെങ്കിൽ ഇത് നീതിയല്ല എന്ന് പറഞ്ഞ് അവനെതിരെ ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നിന്ദിച്ച് സംസാരിക്കുക, ഉള്ളിൽ ദേഷ്യം വെക്കുക, ഇതെല്ലാം കരുണയില്ലാത്ത പ്രവൃത്തികളാണ്. കരുണ എന്നാൽ അവൻ അർഹിക്കുന്നതല്ലെങ്കിലും, ആ വ്യക്തിയുടെ പെരുമാറ്റം മോശമാണെങ്കിലും, അവൻ പാപത്തിലാണെങ്കിലും, അവൻ ചെയ്യുന്നത് തിന്മയാണെങ്കിലും, അവൻ നിന്നോട് കയർക്കുകയാണെങ്കിലും, നിന്നെ അപമാനിക്കുകയാണെങ്കിലും, നിന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും, അവനോട് സ്നേഹത്തോടെ അവൻ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കരുണ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പെരുമാറുന്നവരെ ദേഷ്യം വിചാരിക്കുക. ചിലവർക്കൊക്കെ ഉള്ളിൽ ദേഷ്യം വന്നാൽ പിന്നെ 3-4 ദിവസം കഴിയണം ഈ ദേഷ്യം ഇറങ്ങാൻ. അത് ചില പ്രത്യേക ടൈപ്പ് ഇങ്ങനെ ദേഷ്യങ്ങളുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ അത് തീരും. ചിലർക്ക് ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ദേഷ്യം ഇങ്ങനെ ഇറങ്ങി വരിക. ആ സമയമെല്ലാം ഉള്ള സംസാരം, മുഖഭാവം, അല്ലെങ്കിൽ അനുചിതമായി പെരുമാറുക എന്ന് പറയും. അതായത് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ, സ്നേഹമില്ലാതെ പെരുമാറുന്നത്. ഇതെല്ലാം എന്താ കാണിക്കുന്ന? കരുണയില്ല. ആ വ്യക്തിയോട് കരുണ കാണിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി ചെയ്തത് സാരമില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ചിന്തിച്ചാൽ മതി, എനിക്ക് കരുണ ലഭിച്ചു, എനിക്ക് വേണ്ടുവോളം കരുണ ലഭിക്കുന്നു, അത് ഞാൻ കൊടുക്കുവാൻ തയ്യാറാകണം. ഞാൻ എത്രയോ അധികം കരുണ എല്ലാ ദിവസവും കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നു. അവൻ്റെ കരുണയാണ് എന്നെ അനുദിനം നിലനിർത്തുന്നത്. അവൻ്റെ കരുണയാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത്. അവൻ്റെ കരുണയുടെ കൃപയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാനമായി ലഭിച്ചതല്ലാതെ എനിക്ക് ഒന്നുമില്ല കർത്താവേ എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് സൗജന്യമായി ഒരാൾക്ക് അത് കൊടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നോക്ക്, കരുണ ലഭിച്ചവനെ അത് കൊടുക്കാൻ കഴിയുള്ളൂ. സ്നേഹം ലഭിച്ചവനെ അത് കൊടുക്കാൻ കഴിയുള്ളൂ. കരുണ നമ്മൾ പ്രാപിച്ചവരാണ്, ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
എല്ലാവരോടും കരുണയോടെ പെരുമാറുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ വചനം പറയുക, കരുണ കാണിക്കാത്തവന്. ഈ കരുണ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നില്ലെങ്കിൽ, അവരുടെ പ്രവൃത്തിയുടെ ന്യായം നോക്കിയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ, അവർ ചെയ്തതിൻ്റെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് വലിയ ഡിസ്കഷനൊക്കെ നടത്തി നീ ചെയ്തത് തെറ്റാണെന്ന് സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് സ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരുവനോട് കരുണ അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് കരുണ എന്നല്ല. കരുണ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ്. അത് മറ്റൊരുവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കാതെ അവനെ സ്നേഹിക്കുന്നതാണ്. സ്തോത്രം. അങ്ങനെ ചെയ്യാത്തവന്, ഇവിടെ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. കരുണ കാണിക്കാത്തവന്, അതായത് ദേഷ്യം വെച്ച് കൊണ്ടിരിക്കുക, കോപത്തോടെ സംസാരിക്കുക, മുഖഭാവത്തിൽ ദേഷ്യം കാണിക്കുക. കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, നമ്മൾ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ഇപ്പോഴൊക്കെ നമ്മൾ കരുണയിലാ, കർത്താവിൻ്റെ കൃപയിലാ, പക്ഷെ ന്യായവിധി ദിവസമുണ്ട്, മറന്നു പോകരുത്. ആ ന്യായവിധി ദിവസത്തിൽ കരുണ മാറ്റിവെച്ചിട്ടായിരിക്കും ന്യായവിധി. ദൈവത്തിൻ്റെ കരുണയെ മാറ്റിവെക്കും. കാരണം എന്താ? നിനക്ക് ഇത്രയധികം കരുണ ലഭിച്ചിട്ടും, ഇത്രയധികം കർത്താവിൻ്റെ കൃപ നീ അനുഭവിച്ചിട്ടും നിനക്ക് ഒരുവനോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിനക്കത് ഉള്ളത്തിൽ വെച്ച് അവനോട് അനുചിതമായി പെരുമാറുന്നെങ്കിൽ, കർത്താവ് ചെയ്യുന്നത് ആ കരുണ നീ കൊടുക്കാത്തത് കൊണ്ട്, സൗജന്യമായി നിനക്ക് ലഭിച്ചത് നീ മറ്റുള്ളവന് കൊടുക്കാത്തത് കൊണ്ട്, ആ കാരണം കൊണ്ടാ, നീ ചെയ്ത പാപം കൊണ്ടല്ല. അവിടെ ആ കരുണ നീ കാണിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഭംഗിയായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ പറയാം, പിടിച്ച് നരകത്തിലിടുന്ന അത്രയും സീരിയസ് ആണ് ഈ കാര്യം. കരുണയില്ലാത്ത ന്യായവിധി എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നേരെ നരകത്തിലേക്ക് പോവുക. ഇവിടെ എല്ലാവരും, ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. ആരും ചിന്തിക്കരുത് നമ്മൾ എത്രയോ ആയതുകൊണ്ട് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലേ ഇനി നമ്മൾ സ്വർഗത്തിന് അവകാശിയാണ്. അല്ല, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിന്റെ അടുത്തുപോലും അത് എത്തുന്നില്ല. കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ നീതി പ്രവൃത്തികൾ അവന്റെ മുൻപിൽ കറ പുരണ്ട തുണി പോലെയാണ്. ഹല്ലേലൂയ. നീ കരുണയിലാ നിൽക്കുന്നത്, നീ അവന്റെ കൃപയിൽ മാത്രമാ നിൽക്കുന്നത്. നീ കൃപ അർഹതയില്ലാതെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാ. അതുകൊണ്ട് നീ കരുണ കാണിക്കണമെന്ന് കർത്താവ് സ്പഷ്ടമായി നിന്നോട് പറയുകയാ. നീ മറ്റുള്ളവന്റെ പ്രവൃത്തി നോക്കിയല്ല പെരുമാറേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, കരുണയില്ല കർത്താവിന്. ആ സമയം കരുണയില്ല, മാറ്റിവെച്ചു. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. നമ്മളെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കരുണ മാറ്റിവെച്ചാൽ ഒന്നുമില്ല പിന്നെ പറയാൻ. നേരെ ന്യായവിധിയിൽ നമ്മൾ ലേക്ക് ഓഫ് ഫയറിൽ ചെന്ന് വീഴും. കരുണ ന്യായവിധിക്കെതിരെ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. mercy triumphs over the judgment എന്ന് പറഞ്ഞാൽ, നമ്മൾ കരുണ കാണിക്കുന്നവരാണെങ്കിൽ നിന്റെ അനവധിയായ പാപങ്ങൾ കർത്താവ് കണക്കിടുന്നില്ല. കാരണം അതിൻ്റെ പ്രാശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞു. എന്നാൽ നീ സൗജന്യമായി ലഭിച്ച കരുണ മറ്റുള്ളവരോട് തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പ്രവൃത്തികളൊന്നും നീ നോക്കാതെ അവരെ സ്നേഹിക്കുക. അവർ ചെയ്യുന്നത് ഒന്നും നീ കുറ്റം വിമർശിക്കാതിരിക്കുക. നീ ദേഷ്യം കാണിക്കാതിരിക്കുക. നീ എപ്പോഴും സൗമ്യതയോടെ പെരുമാറുക. അങ്ങനെയെങ്കിൽ ഈ കരുണ നീ കാണിക്കുന്നത് കൊണ്ട് ആ കരുണ ന്യായവിധിക്കെതിരെ ജയമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ കരുണ കാണിച്ചത് കൊണ്ട് കർത്താവ് നിന്നെ കരുണയോടെ നോക്കുകയും, ഹല്ലേലൂയ, ന്യായവിധിയിൽ നീ ജയമെടുത്ത് നിത്യജീവനിലേക്ക് കടക്കുകയും ചെയ്യുന്നു. സന്തോഷമുള്ളവർ കരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ഗോഡ്. കരുണ കാണിക്കാൻ ഇനി തയ്യാറാണോ? തയ്യാറായെന്നവരൊന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോ. നിങ്ങൾ എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കും. നോക്ക്, ഈ കരുണ കാണിക്കാൻ എന്നാൽ ശരി, നാളെ നല്ല ഷർട്ടും പാൻറ്റും ഇട്ട് ഇറങ്ങി ഇനി കരുണയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഇതിനൊരു കൃപയുണ്ട്, അതിന് ഒരു റെസ്പോൺസ് വേണം. പരിശുദ്ധാത്മാവ് ചലിക്കുന്നതെല്ലാം നിന്റെ ആ പ്രവൃത്തിയിലാണ്. നീ ഒരു റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് കർത്താവ് ചലിക്കുന്നത്. അതുകൊണ്ട് ഒന്നും കൂടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ഗോഡ്. കർത്താവ്, എനിക്കതിനുള്ള കൃപ അങ്ങ് നൽകണം.
കരുണയോടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ കയപ്പും വിട്ടുമാറണം കർത്താവേ. താങ്ക് യു ലോർഡ്. ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. താങ്ക് യു ജീസസ്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായി കണ്ടു. കരുണ ഒന്ന് ആ വചനം ഒരുമിച്ചൊന്ന് വായിക്കാം. കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. ഇതങ്ങ് ആലോചിച്ചാൽ മതി, കരുണയൊക്കെ തന്നെ വരും. കരുണ നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ കരുണ ഇല്ലാതെയാണ് ന്യായവിധി. നീ മറ്റുള്ളവർ, വീട്ടിലുള്ളവരാകട്ടെ പുറമേയുള്ളവരാകട്ടെ, അവർ ചെയ്ത ശരി തെറ്റിൻ്റെ കണക്കൊക്കെ എടുക്കാൻ ദൈവമുണ്ട്. നീ അവരോട് നന്നായി പെരുമാറുക, നീ അവരെ സ്നേഹിക്കുക, നീ താഴ്മയോടെ ആയിരിക്കുക, നിന്റെ ഉള്ളിൽ നിന്ന് ദേഷ്യത്തെ മാറ്റിക്കളയുക, കോപത്തെ മാറ്റിക്കളയുക. സ്തോത്രം. താങ്ക് യു ലോർഡ്. കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിക്കെതിരെ ജയം എടുക്കുന്നു. അപ്പോൾ കരുണയാണ്, നമ്മൾ കാണിക്കുന്ന കരുണയാണ് ജയം എടുക്കുന്നത്. ഇത് നല്ല ഭംഗിയോടെ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. 18-ാം അധ്യായം 21 മുതൽ വായിക്കാം. മാത്യു 18:21. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം നിന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? കണ്ടോ, നല്ല ചോദ്യമാണ്. പത്രോസ് ഇങ്ങനെ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പത്രോസിന് എല്ലാവരും നമ്മൾ എടുത്തുചാട്ടാണ്, പെട്ടെന്ന് ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും പത്രോസ് ഇത് ശരിക്കും ചെയ്യാൻ വേണ്ടിയാ ചോദിക്കുന്നില്ല. പത്രോസ് പോയി ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ചോദിച്ചത്. അടുക്കൽ വന്ന്, സഹോദരൻ എന്നോട് എത്ര വട്ടം പാപം ചെയ്താൽ, പിഴച്ചാൽ എന്ന് പറഞ്ഞാൽ പാപം ചെയ്താൽ എത്ര തവണ ഞാൻ ക്ഷമിക്കണം? അപ്പൊ കരുണ കാണിച്ചുകൊണ്ടിരിക്കണം എന്നാണല്ലോ കർത്താവ് പറയുന്നത്. ഇത് എത്ര തവണ വേണം? ഒരു തവണ തെറ്റ് ചെയ്തു, കരുണ കാണിച്ചു. അപ്പൊ ചിലർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഒരു തെറ്റ് ചെയ്ത് അവനെ പിടിച്ച് കോപിച്ച് ചീത്ത പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെയും അവൻ ചെയ്യുന്ന, അതുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നാ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം ദേഷ്യപ്പെടുന്നു, എത്രത്തോളം ആക്രോശിക്കുന്നു, അത് കൂടി വരികയുള്ളൂ. മറിച്ച് നമ്മൾ അതിനെ ക്ഷമയോടെ കണ്ടാൽ, പ്രൈസ് ഗോഡ്, ക്ഷമിച്ച് പെരുമാറിയാൽ പിന്നീട് അത് ചെയ്യുവാൻ അവന് തോന്നുകയില്ല. അതിനാ സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചത്, ഇങ്ങനെ ചെയ്തു, പാപം ചെയ്തു, ഞാൻ ക്ഷമിക്കണം. എത്ര തവണ ഇത് ചെയ്യണം? ഒരു തവണ ചെയ്തു, പിന്നെയും അവൻ തെറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പിന്നെയും ക്ഷമിക്കുന്നു, പിന്നെയും തെറ്റ് ചെയ്യുന്നു. ഇത് എത്ര തവണ ഞാൻ ക്ഷമിക്കണം? കർത്താവിന്റെ ഉത്തരം 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. 7 തവണ. ഒരു കണക്ക് പറഞ്ഞാൽ ഞാൻ അതുവരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. 7 കഴിഞ്ഞ 8-ാമത്തെ തവണയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റു. ഇതാണ് പത്രോസിന്റെ ഒരു ചിന്താഗതി. 7 തവണ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നോക്കുക. ഓരോന്ന് സംഭവിക്കുമ്പോൾ കുടുംബത്തിലാകാം, മറ്റു വ്യക്തികളിൽ നിന്നാവാം. 7 തവണ വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് തിരിച്ചു ചെയ്യാൻ. സ്തോത്രം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോ എന്താ യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 വട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനന്തമായി ക്ഷമിക്കണം. 7 × 70 490. ഒരു ദിവസം അത്രയും മതി എന്ന് വെച്ചു. 490 തവണ ഒരു ദിവസം. എല്ലാ ദിവസവും അങ്ങനെ ഒരു 490. അതിന്റെ അർത്ഥം 7 × 40 എന്താ 7 70. 7 × 70 എന്നല്ല. അതിനൊരു കണക്കില്ലാത്തവണ്ണം നീ ക്ഷമിക്കണം. പ്രൈസ് ഗോഡ്. എത്ര തവണയാണെങ്കിലും നീ ക്ഷമിക്കണം. എത്ര തവണയാണെങ്കിലും നീ ആ പാപം ചെയ്ത വ്യക്തിയോട് സ്നേഹത്തോടെ പെരുമാറണം. അവനോട് കരുണ കാണിക്കണം. ഹല്ലേലൂയ. അത് നീ സൗജന്യമായി ലഭിച്ചത് കൊണ്ട് നീ സൗജന്യമായി അത് കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് അനുനിമിഷം കർത്താവിൻ്റെ കരുണ വേണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ നിമിഷവും അവൻ്റെ കരുണയാണ് നമ്മളെ നിലനിർത്തുന്നത്. അത്ര അധികം കരുണ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്വീകരിച്ചതിൽ നിന്നൊരല്പം എടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ വലിയ വിഷമമാണ്. അങ്ങനെ വിഷമമുള്ളവരുടെ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പം നീ ഇങ്ങനെ നടന്നോ, ന്യായവിധി ദിവസത്തിൽ കരുണ ഞാനും നിന്നോട് കാണിക്കുകയില്ല. കാരണം നിനക്ക് സൗജന്യമായി ലഭിച്ചത്. നീ സൗജന്യമായി അവരോട് ക്ഷമിച്ചു കൊണ്ടിരിക്കണം. അനേകം തവണ നീ അവരോട് ക്ഷമിക്കണം. ആരോടും നീ കയ്പ് വെക്കരുത്. ആരോടും നീ മുഖം കറുത്ത് സംസാരിക്കരുത്. ആരോടും നീ ആക്രോശിക്കരുത്. ആരോടും നീ ഉച്ചത്തിൽ വഴക്കുണ്ടാക്കരുത്, കോപിക്കരുത്. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് എണ്ണണം. കാരണം എന്താ? നമ്മുടെ സ്ഥിതി നമുക്കറിയാലോ. നമ്മളെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഓരോ ദിവസം ജീവിച്ചു പോവുക. പിന്നെ എന്ത് മേന്മ ഭാവിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത്?
എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്, അവർക്ക് കുറവുണ്ടെന്ന് പറയുന്നു? ഒരു നിമിഷം കർത്താവിൻ്റെ കരുണ മാറി നിന്നാൽ ഞാനില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ കർത്താവ് അതിന് ഉത്തരം പറഞ്ഞത് ഒരു നല്ല കഥ വായിച്ചിട്ടാണ്. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. ഒരുവൻ 10,000 താലന്ത് ഒരുവനോട് രാജാവിന് കൊടുക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. 10,000 താലന്ത് കൊടുക്കാനുണ്ടായിരുന്നു രാജാവിന്. അപ്പോൾ രാജാവ് അവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ കടം നീ തീർക്കണം, അല്ലെങ്കിൽ അവൻ യജമാനൻ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം വിറ്റ് കടം തീർക്കാൻ കൽപ്പിച്ചു. അത്ര വലിയ കടം അവന് ഉണ്ട്. അപ്പോൾ അവൻ ആ രാജാവിൻ്റെ മുൻപിൽ വീണ് വന്ദിച്ചുകൊണ്ട്, യജമാനനെ എന്നോട് ക്ഷമിക്കണമേ എന്ന്, ഞാൻ സകലതും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാജാവ് ചെയ്തത്, അവൻ്റെ കടങ്ങളെല്ലാം ഇളച്ചു കൊടുത്തു, അവനെ സ്വതന്ത്രനായി വിട്ടയച്ചു. ഇങ്ങനെ തിരിച്ച് ഈ വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിയോട് കടം വാങ്ങിച്ച മറ്റൊരുവനെ കണ്ടു. പ്രൈസ് ഗോഡ്. 10,000 താലന്ത് ഇളച്ച് കിട്ടിയിട്ട യാത്ര ഫ്രീ ആയി. പിടിച്ച് ജയിലിലിടേണ്ടതാ. എന്നാൽ ജയിലിലിട്ടില്ല. ഈ കടം ഒന്നും നീ വീട്ടണ്ട എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ നടക്കുക. ആ സമയത്ത് ഈ വ്യക്തിയോട് കടം വാങ്ങിച്ച ഒരുവനെ കണ്ടു. അപ്പോൾ അവൻ ചെയ്തത്, ആ ദാസൻ പോകുമ്പോൾ 100 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്ന ഒരു കൂട്ടുദാസനെ കണ്ടു. കഴുത്ത് പിടിച്ച് ഞെക്കി, നിന്റെ കടം തന്നു തീർക്കുക എന്ന് പറഞ്ഞു. 100 കൊടുക്കാനുള്ളൂ. 10,000 ഇളച്ചു കിട്ടിയിട്ടാണ് വരുന്നത്. 100 കടമുള്ളൂ. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി, നിന്റെ കടം തന്ന് തീർക്കുക എന്ന് പറഞ്ഞു. നമ്മളോട് ദേഷ്യത്തോടെ പെരുമാറുമ്പോൾ, നമ്മളോട് കോപത്തോടെ പെരുമാറുമ്പോൾ, നമ്മളോട് അനുചിതമായി പെരുമാറുമ്പോൾ നമ്മൾ തിരിച്ച് ശകാരിക്കുക, ദേഷ്യം കാണിക്കുക ഇതുപോലെയാണ്. കഴുത്തിൽ പിടിച്ച് ആ 100 ഇങ്ങോട്ട് തരിക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം യേശു കർത്താവിൽ നിന്ന് 10,000-ത്തിലധികം കടങ്ങൾ ക്ഷമിച്ചു കിട്ടിയവരാണ് നമ്മൾ. എന്നിട്ട് നമ്മളോട് തെറ്റ് ചെയ്യുന്ന ഒരുവനെ നമുക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്നില്ലെങ്കിൽ, അവനോട് സ്നേഹത്തോടെ പെരുമാറുവാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ കരുണ നമ്മൾ മിസ്യൂസ് ചെയ്യുക. കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കരുണ ചോദിക്കുക, വാങ്ങുക, കൊടുക്കുക. ഒന്ന് പറഞ്ഞേ, കരുണ ചോദിക്കുക, വാങ്ങുക, കൊടുക്കുക. ഒന്നും കൂടെ പറഞ്ഞേ, കരുണ കർത്താവിൽ നിന്ന് ചോദിക്കുക, വാങ്ങുക, കൊടുക്കുക. പ്രൈസ് ഗോഡ്. ഇവിടെ സംഭവിച്ചത്, ഇങ്ങനെ ചെയ്തത് കൊണ്ട് അത് രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തത്, ഇവനെ തിരിച്ചു വിളിച്ച് ഇവനെ കാരാഗ്രഹത്തിൽ അടച്ചു. ഇതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ അന്ത്യന്യായവിധി ദിവസത്തിൽ ദൈവം കരുണയില്ലാതെ ന്യായവിധി നടത്തും. പ്രൈസ് ഗോഡ്. നമ്മൾ കരുണയോടെ എല്ലാവരോടും പെരുമാറണം. കരുണ ഒരു പ്രവൃത്തിയെ ആവശ്യപ്പെടുന്നുണ്ട്. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരുടെ വേദനയിൽ ദുഃഖിക്കുന്നു എന്ന് പറയുകയല്ല, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ചെന്ന് കാണണം, സുവിശേഷം പറയണം. അതിനെയാണ് കരുണ എന്ന് പറയുന്നത്. ഈ കരുണ നമ്മൾ അനേകം തവണ സ്വീകരിച്ചവരാണ്. ഇത് തന്നെ നമ്മൾ അനേകരിലേക്ക് പകർന്ന് കൊടുക്കേണ്ടവരാണ്. പ്രൈസ് ഗോഡ്.